ഇത് മാമി കണ്ടില്ല കേട്ടോ. കണ്ണടച്ച് വരാൻ എന്നോട് പറയുക വേണ്ട പൊന്നെ. ജാനിക്കുട്ടിക്ക് വെരി ഗുഡ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, പിന്നെ സ്റ്റാർ സ്റ്റാർ നല്ല തിളക്കമുണ്ടല്ലോ. ജാനിക്കുട്ടിയുടെ കേട്ടോ ഊക്കൂ, ജാനിക്കുട്ടിയുടെ മുടി എന്തോ ഇങ്ങനെ വെട്ടിയിടണം, എന്തോ മാമാട്ടിക്കുട്ടിയമ്മയുടെ പോലെ വെട്ടിയിടണം എന്ന് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അതിന് കണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കൂടെ നീങ്ങി നിന്ന് ജാനിക്കുട്ടി. അപ്പൊ മാമാട്ടിക്കുട്ടിയമ്മയെ പോലെ ആക്കണമെന്ന് ജാനിക്കുട്ടിയെ കേട്ടോ. കുഞ്ഞോ മാമി ബുക്കൊന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ബുക്ക് നിറച്ച് സ്റ്റിക്കറായിരിക്കും. കുഞ്ഞോ ഇത് ഒരു ബർത്ത്ഡേ കുട്ടി കൊണ്ട് തന്ന ഇന്ന ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേരെ. ചേച്ചിയാ. ചേച്ചി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കേട്ടോ. ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. മാമി ഇന്നലെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുവാ പേപ്പർ എന്തെങ്കിലും മേടിച്ചാണ്. എല്ലാവരും ഒരു സാധനം മേടിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഇല്ലേ കാണാൻ വേണ്ടി മേടിച്ചു തരുമോ? കഴിഞ്ഞ വർഷമൊക്കെ സ്കൂളിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവന്ന് ഞാൻ മേടിച്ചു തന്നായിരുന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെക്കാം. കളറിംഗ് ബുക്ക് അങ്ങനെയുള്ള കുറച്ച് ഈ കുട്ടികൾക്കുള്ള എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉള്ള കുറച്ച് ബുക്കുകളുടെ എല്ലാ വർഷവും സ്കൂളിൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തു വിടുവേ. ആര്യ ബുക്സിന്റെ കേട്ടോ. അപ്പൊ അതിനകത്ത് മനപ്പാടം ഉണ്ട്, എഞ്ചുവടി ഉണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ശബ്ദാവലി, എല്ലാം, കടങ്കഥകള്, പഴഞ്ചൊല്ലികള്, പട്ടികകള്, എല്ലാത്തിന്റെയും കേട്ടോ. പിന്നെ കഥ പുസ്തകങ്ങളെല്ലാം ഉണ്ടേ. അപ്പൊ മോനുകുട്ടിന് എല്ലാ പ്രാവശ്യവും ഞാൻ 100 രൂപയുടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്. 100 രൂപയാണ് കേട്ടോ, കോംബോ ഓഫറാണ്. മേടിച്ചോണ്ട് വന്നിട്ട് അത് കളർ അടിക്കത്തില്ല, അത് അവിടെ ഇട്ടേക്കും. കളർ പെൻസിലെല്ലാം ഉപയോഗിക്കും, കളർ അടിക്കത്തില്ല. ബുക്കെല്ലാം കളർ പകുതിയൊക്കെ അടിച്ചിട്ട് അവിടെ കളയാം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചില്ല. ഈ വർഷം നോട്ടീസ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാന് മോനുകുട്ടിന് വേണമെന്ന് എന്തുവാന്നറിയാമോ? 40 രൂപ വിലയുള്ള 5 കളറിംഗ് ബുക്കും 10 ക്രയോൺസും കൂടെ 100 രൂപയ്ക്ക്. അതാണ് മോനുകുട്ടന് വേണമെന്ന് പറയാം കേട്ടോ. ഇവൻ മുത്തിന്റെ ഒക്കെ പഴയ ബുക്കെല്ലാം കൂടെ ഞാൻ ആക്രിസാധനങ്ങളെല്ലാം വാങ്ങാൻ വന്നവരുടെ കയ്യില് ബുക്കും ന്യൂസ് പേപ്പർ പഴയതും എല്ലാം കൂടെ കൊടുക്കാൻ എടുത്തപ്പോണ്ടല്ലോ 2 or 3 കളറിംഗ് ബുക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് കളർ അടിക്കാതെ മാറ്റി കളഞ്ഞേക്കുമായിരുന്നു അതിനകത്ത്. അപ്പൊ ഈ ഒരു 100 രൂപയുടെ കളറിംഗ് ബുക്ക് 4 എണ്ണം ഉണ്ട് അതിനകത്ത്. 5 കളറിംഗ് ബുക്കുണ്ട്. അത് മതി. അത് ഞാൻ വരാൻ ടിക്കറ്റ് അവിടെ കൊണ്ടുപോയി ഇവിടെ വെച്ചേക്കാം. മറക്കല്ലേ? കയറ്റം കയറി ഇങ്ങോട്ട് വന്നേ, ശ്വാസം മുട്ടും. ഇന്ന് കുറേ സന്തോഷം തോന്നിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനവിടെ ഉച്ച കഴിഞ്ഞ് മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഞാനവിടെ ഇങ്ങനെ ഇരുന്നപ്പം നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒരു 2 വീലർ കൊണ്ട് നിർത്തി. അപ്പം വിനു എന്നോട് പറഞ്ഞു നിന്നെ കാണാനാ വരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് പരിചയമില്ലല്ലോ. അപ്പൊ ഞാന് പരിചയമില്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ നോക്കി ചുമ്മാ പറഞ്ഞായിരിക്കും എന്ന് ഓർത്തു. പിന്നെ ഞാൻ എഴുന്നേറ്റു. അപ്പൊ എന്നെ മുഖത്ത് നോക്കി ചിരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ശരിയാണ്, അമ്മക്കിളിയെ കാണാൻ വരുന്നവരാണെന്നുള്ളത് മനസ്സിലായിട്ടോ. അപ്പൊ വന്ന് സംസാരിച്ചു. ജോളി എന്നാണ് ചേച്ചിയുടെ പേര്. നമ്മുടെ പത്തനംതിട്ടയിൽ തന്നെ വാഴമുട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ചേച്ചിയുടെ വീട്.
ചേച്ചി മോനും കൂടിയാ വന്നത് കേട്ടോ. അപ്പം എന്നോട് ചേച്ചി വന്ന ഉടനെ പറയും, അയ്യോ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ലെന്ന്. എന്നിട്ട് മിനു പറഞ്ഞു പറ്റത്തില്ല എന്തെങ്കിലും കൊണ്ടുവന്നേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു തലച്ചുമടായിട്ട് കൊണ്ടുവരാൻ വയ്യ. ഭയങ്കര സ്നേഹത്തോടെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടാണ് ജോളി ചേച്ചി പോയത് കേട്ടോ. ഇനിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ മോനും +2 കഴിഞ്ഞു, ACCA പഠിക്കാൻ കോട്ടയത്ത് ചേർന്നു. മൂത്ത ആള് സെമിനാരിയിൽ പഠിക്കുകയാണ്. അപ്പം 2 മക്കൾക്ക് വേണ്ടിയിട്ടും ജോളി ചേച്ചിക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ വേറെ 2 പേരെ കണ്ടു, വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് പോയി. പിന്നെ എന്താണ് വേറെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് വെച്ചാല്, രാവിലെ നമുക്ക് സാധാരണ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വീടിനടുത്ത് തന്നെ ഒരിടത്തുനിന്നാണ് നമ്മൾ തേങ്ങയൊക്കെ വാങ്ങാറുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ അവിടെ നിന്നാണ് തേങ്ങ വാങ്ങിക്കാറുള്ളത്. ഇത് അപ്പൊ ഇപ്പൊ അവർക്ക് വെളിച്ചെണ്ണ, ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയും ഗോതമ്പ് പൊടി, മുളക് പൊടി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചമ്മന്തിപ്പൊടി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഗോപിക വന്നിട്ട് പറഞ്ഞു നല്ല ചമ്മന്തിപ്പൊടിയാണ് അവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് എനിക്ക് തേങ്ങയൊക്കെ തീർന്നായിരുന്നു. അപ്പൊ തേങ്ങയൊക്കെ വിളിച്ച് പറഞ്ഞപ്പം ഞാന് ചമ്മന്തിപ്പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ചമ്മന്തിപ്പൊടി ഇത് മുളക് പൊടിയാ കേട്ടോ. ഇത് അവിടുത്തെ ഗോതമ്പ് പൊടിയാ, നല്ല ഗോതമ്പ് പൊടിയാന്ന് പറഞ്ഞു. അപ്പൊ അതും 2 കിലോ വാങ്ങിച്ച് നോക്കാം. പിന്നെ ഇത് ചമ്മന്തിപ്പൊടി ഞാൻ വിചാരിച്ചു നോക്കാം, എന്നിട്ട് മുത്തിന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുത്തിന് കൊടുത്തു വിടാം എന്ന് വിചാരിച്ചു കേട്ടോ. നാടൻ ചമ്മന്തിപ്പൊടി ഞാൻ ഇങ്ങനെ വാങ്ങിച്ചേ, ഇങ്ങനെ 2 പാക്കറ്റായിട്ട്. ആദ്യം ഞാൻ വിചാരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് 100 ഗ്രാമിന് തരാനാണ് പറഞ്ഞത്. അപ്പൊ എന്നോട് പറഞ്ഞു 100 ഗ്രാമിന്റെ മേടിച്ചാൽ 2-3 ദിവസത്തേക്കേ കാണത്തുള്ളൂ, ഒന്നുകൂടി വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2 പാക്കറ്റ് ചമ്മന്തിപ്പൊടി മേടിച്ചു കേട്ടോ. അപ്പം ഇത് നമുക്ക് കഴിച്ചു നോക്കാം, എന്നിട്ട് ഇത് വേണമെങ്കിൽ മുത്തിന് കൊടുത്തു വിടാം. അപ്പോൾ ഞാൻ മേടിച്ചതാണ് ചമ്മന്തിപ്പൊടി. പിന്നെ ഇത് മുളക് പൊടിയാ കേട്ടോ, കാശ്മീരി ചില്ലിയുടെ പൊടി. ഇത് മഞ്ഞൾപ്പൊടിയാ കേട്ടോ, കെമിക്കലൊന്നും ചേർന്നിട്ടില്ലാത്ത നാടൻ മഞ്ഞൾപ്പൊടിയാ. അപ്പൊ നോക്കാം. പിന്നെ ഇത് കാശ്മീരി ചില്ലിയുടെ പൊടി. ഇത് ഞാന് ഒരു പാക്കറ്റ് മുത്തിന് കൊടുത്തു വിടാമെന്നൊക്കെ കണ്ടു മേടിച്ചതാട്ടോ. അവിടെ ചെന്ന് ചോറും കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടയ്ക്ക് ഉപയോഗിക്കാമല്ലോ. ഒത്തിരി ഒന്നും കൊടുത്തു വിടുന്നില്ല, ഇച്ചിരി. മുത്ത് ചെല്ലുന്ന സമയത്ത് സീനിയേഴ്സിന്റെ എക്സാം ക്ലോസ് ആവുന്ന സമയമാണ്. 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ എക്സാം ഒക്കെ കഴിയും. അപ്പം മിക്ക കുട്ടികളും തിരിച്ചു നാട്ടിലോട്ട് വരും, അവർക്ക് ലീവാണ്. അപ്പൊ ചിലപ്പോൾ മുത്ത് തന്നെയേ കാണത്തുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കണ്ടേ. അപ്പൊ അത്രയും ദിവസം അവന് അത്രയും പരിചയമാവുന്നതിന് മുമ്പ് പുറത്തു പോയി സാധനങ്ങൾ മേടിക്കാനൊന്നും അത്ര ഇതല്ലല്ലോ. അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോ ഇനി ഈ സാധനങ്ങളെല്ലാം പിന്നെ അദ്ദേഹം ഇവിടെ കൊണ്ടു തന്നിട്ട് പോയി. എല്ലാം വിളിച്ച് ഓർഡറൊക്കെ കൊടുത്തിട്ട് പോയി. ഉച്ചയായപ്പോഴത്തേക്ക് മുത്ത് ജിമ്മിന് പോകുന്നതിന് മുമ്പ് സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയി. പിന്നെ അവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. വെളിച്ചെണ്ണ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. കടയിൽ അജിയണ്ണ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, രാവിലെ കൊണ്ടുവരും. പിന്നെ ഇത് മീൻ വറുത്തതാണെന്ന് തോന്നുന്നു കേട്ടോ, മാമി തന്നതാണ് മീൻ വറുത്തത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചീര മേടിച്ചായിരുന്നല്ലോ, പച്ച ചീര. അത് ഞാൻ മാമിയെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു കേട്ടോ. സത്യമായിട്ട് എനിക്ക് കൈ അങ്ങനെ ബലം പിടിച്ച് അതിങ്ങനെ ചേർത്ത് പിടിച്ച് അരിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ കുറച്ച് എനിക്ക് കൈ പിടിക്കാവുന്ന അത്രയും എടുത്ത് ഞാനൊരു സാമ്പാർ വെച്ചു, ചീര സാമ്പാർ. അതിന്റെ റെസിപ്പിയൊക്കെ ഇടാട്ടോ ഞാൻ. എന്നിട്ട് ബാക്കി മാമിയുടെ ഏൽപ്പിച്ചു. ചക്കക്കുരു ഇട്ടൊരു തോരൻ വെക്കാം, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാമി ഞാൻ വൈകിട്ട് ചെന്നപ്പോ മാമി തോരനാക്കുന്നേ ഉള്ളായിരുന്നു. നല്ല ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പൊ ഞാന് കുളിച്ച് ചെപിച്ചിട്ടൊക്കെ അമ്മ മോര് കറി, ചക്ക വേവിച്ചത്, ഇതൊക്കെ അമ്മ തന്നതാ കേട്ടോ. പിന്നെ ഇത് പഴുത്ത ചക്ക കേട്ടോ, ഒത്തിരി പഴുത്തതല്ല, പക്ഷെ നല്ല മധുരമുള്ള ചക്കയാണ്. ഇത് മോനുകുട്ടൻ കണ്ടില്ല കേട്ടോ. സാധാരണ വരുന്ന ഉടനെ മണമൊക്കെ പിടിക്കുന്ന ഇന്ന് വേറെ എന്തൊക്കെയോ ചിന്തകളായിപ്പോയി. ആ ബുക്ക് മേടിക്കുന്ന കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നോണ്ടാണ് ഇത് ചോദിക്കാഞ്ഞത്. ഇത് ഒത്തിരി അവരൊന്ന് കഴിച്ചോണ്ടിരിക്കുവേ. ചക്കയൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. പ്രായമായ മനുഷ്യരെ പോലാണ് ചക്ക വേസ്റ്റ് ആക്കുന്നതൊന്നും ഇഷ്ടമില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. പിന്നെ ഇതേലെ പോലത്തെ 2-3 ടിന്നും കൂടെ മേടിച്ചേ. ഇതാകുമ്പോൾ ഇതുപോലെ ഒരു സ്പൂണൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും അടച്ച് മുറുക്കിയൊക്കെ വെച്ചേക്കാമല്ലോ, കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ.
പാഴ്സൽ ചെയ്ത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ട് അവരത് പൊട്ടിച്ച് കഴിയുമ്പോൾ പിന്നെ അത് വെക്കാൻ സ്ഥലമില്ലെങ്കിലോ, അപ്പൊ ഇതാകുമ്പോൾ അവർക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് 3 മേടിച്ചു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇന്ന് മൊത്തം തിന്നാനുള്ള സാധനങ്ങളുടെ പെരളിയായിരുന്നു ഇത്. അപ്പം വന്ന വഴിക്ക് അമ്മ 2-3 നൈറ്റി തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതവിടെ ഒരു ചേച്ചിക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ തന്നു വിട്ടെ. അപ്പൊ ഞങ്ങൾ അവിടെ കയറി. നമുക്ക് വേണ്ടപ്പെട്ട നമ്മളോട് ഭയങ്കര സ്നേഹവും കാര്യമുള്ള ഒരു ചേച്ചിയും കൊച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ ചേച്ചി ചായയൊക്കെ ഇടും. അപ്പൊ ഇന്ന് മുത്തും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നൈറ്റിയൊക്കെ വെച്ച് നോക്കാനൊക്കെ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ചേച്ചി ചായയൊക്കെ ഇട്ട് വന്നു. പിന്നെ ഏത്തക്ക ഉപ്പേരി എടുത്തിട്ട് വന്നു. അപ്പൊ അവിടെ മോനുകുട്ടനെ പോലെ ഒരാളുണ്ട് കേട്ടോ, ഒരു കുഞ്ഞാപ്പിയുണ്ട്. അപ്പം മോൻ ചെന്ന് എനിക്ക് എടുത്തോളി തന്ന സാധനം കാണിക്കട്ടെ. ഇത് എടുത്തോണ്ട് തന്നെ കേട്ടോ. ഞാൻ 2-3 കഷ്ണം എടുത്ത് കഴിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ആന്റിക്ക് ഇത് ഇഷ്ടമാണെന്ന് മോനോട് ആരാ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ചേച്ചി അത് പായ്ക്ക് എഴുതി തന്നു വിട്ടു. അപ്പം ഇന്ന് അപ്പം ചുരുക്കത്തിൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞത് മനസ്സിലായത്, അടുക്കള പണിയൊന്നും ഇല്ല. ഒരറ്റത്തും ഇങ്ങേ അറ്റവും വരെ നുള്ളി പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ഇതൊക്കെ കൊണ്ട് തൃപ്തിപ്പെടും. പിന്നെ ചോറിരിപ്പുണ്ട് കേട്ടോ. ഇവർക്ക് ചോറ് അല്ലെ രാവിലെ ഇഡലിയും ചീര സാമ്പാറുമായിരുന്നു. ചീര സാമ്പാറിന്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. ചീര തോരൻ വെച്ചാൽ ചിലർക്ക് കഴിക്കുന്ന ഇഷ്ടമല്ലല്ലോ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ അവർക്ക് സാമ്പാർ അങ്ങനെ വെച്ച് കൊടുത്താൽ സാമ്പാർ അങ്ങനെ ഇഡലിയുടെ ഒക്കെ കൂടെ അവരതങ്ങ് കഴിച്ചോളും കേട്ടോ. പിന്നെന്താണ്, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. എന്നെ കാണാൻ വരുന്ന എന്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഈ പറയുന്ന നെഗറ്റീവുകളോടെല്ലാം മുഖം തിരിക്കാൻ എനിക്ക് ധൈര്യം തരുന്നത് കേട്ടോ. അപ്പം ഞാൻ മോനുകുട്ടന്റെ പഴയ വീഡിയോസ് ആണെങ്കിലും മോനുകുട്ടന്റെ കളിയും ചിരിയും ബഹളവും ഒക്കെ ഞാൻ എത്രമാത്രം ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ മോനുകുട്ടനെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ മോനുകുട്ടനെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, എഴുതാൻ പഠിപ്പിച്ചിട്ടില്ല, സ്കൂളിലേക്ക് പഠിപ്പിക്കുന്നില്ല. എല്ലാം അവൻ സ്വയം പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. ഈ സംസാരമാണെങ്കിലും എന്തായാലും ഒരു തെറ്റ് തിരുത്താൻ പോലും അവന്റെ ആ ഒരു പ്രായത്തില് എനിക്ക് അതിനുള്ള ഒരു ഇതില്ലായിരുന്നു, ഒരു സാഹചര്യമില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, മുത്താണെങ്കിലും മോനുകുട്ടനാണെങ്കിലും സംസാരിക്കാൻ ഭയങ്കര ഡിലേ ആയിരുന്നു. കൂടുതൽ സംസാരിച്ചാണ് മുത്തിനെ ഞാനൊരു പരുവത്തിലാക്കിയത്. പക്ഷെ അവൻ ഇത്രയും ഒരു മോനുകുട്ടൻ ഈ ഒരു പ്രായമൊക്കെ ആയപ്പോഴും ചില വാക്കുകളൊക്കെ ഉച്ചരിക്കാൻ ഇപ്പോഴും പ്രയാസമുണ്ട്. കാരണം അവന് അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങൾ എന്റെ ജോഷ് ടോക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, മോനുകുട്ടൻ എന്നെക്കാളും വളരെ വളരെ സീരിയസ് ആയ ഒരു പ്രശ്നത്തിൽ നിന്ന്, ഒരു ആശുപത്രി കിടക്കയിൽ നിന്ന് തിരിച്ചു വന്ന കുഞ്ഞാണ്. അപ്പോ സത്യത്തിൽ ആ ഒരു സംഭവം, ആ ഒരു അവസ്ഥയിൽ എന്റെ കുഞ്ഞിന്റെ അടുക്കൽ എനിക്കൊന്ന് ഇരിക്കാൻ ഞാൻ കണ്ടുപോലുമില്ല, അവനില്ല. അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ അവനെ ഞാൻ ഇങ്ങനെ ഒന്ന് റിക്കവർ ചെയ്ത് വന്നത് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് കേട്ടോ. അത്രയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു മോനുകുട്ടന് വന്നത്. അവന്റെ ഡിസ്ചാർജ് സമ്മറിയിൽ കുഞ്ഞ് മരിച്ചു ജീവിച്ചു എന്നുള്ള അർത്ഥത്തിലുള്ള മെഡിക്കൽ വേർഡ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം കുഞ്ഞിനെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ടാവും. അതിന് ഞങ്ങള് ന്യൂറോളജി മെഡിസിൻ ഒരു 1.5 വർഷത്തോളം കുഞ്ഞിന് ന്യൂറോളജി മെഡിസിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള താമസം പല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ ഉച്ചാരണം, സംസാരം അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവന്റെ കുറവുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതൊക്കെ സന്തോഷത്തോടെ ആസ്വദിക്കുന്ന ഒരു അമ്മയാണ്. നമ്മുടെ മക്കള് എത്ര കൊള്ളത്തില്ല, അവർക്ക് എത്ര കുറവുകളുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അഭിമാനം തന്നെയാണ് മക്കളല്ലേ. അപ്പം ഞാൻ മോനുകുട്ടന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അത് സ്നേഹത്തോടെ എന്നെക്കാളും ആസ്വദിച്ച് സന്തോഷിച്ച് ചിരിച്ച് അതിലോളം സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം പഴയ ഒരു വീഡിയോ അവന് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അതിപ്പം ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഓടുക, പഴയ വീഡിയോ. അപ്പൊ അതില് ഒരാൾ വന്നതിനോട് പറഞ്ഞു, ഇത്രയും പ്രായമായ ചെറുക്കന് ഉരുളക്കിഴങ്ങെന്ന് പറയാൻ അറിയത്തില്ല, അമ്മയ്ക്ക് അത് എന്തൊരു അഭിമാനമാണ്. എന്തറിഞ്ഞിട്ടാ ഇവരീ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്റെ പ്രിയങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇതുപോലുള്ള പല കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്തുനിന്നെല്ലാം നിങ്ങളുടെ സ്നേഹമാണ് എന്നെ പിടിച്ചുയർത്തുന്നത്. ഞാൻ അവരെ ഒക്കെ ബ്ലോക്ക് ചെയ്യും കേട്ടോ. ഒറ്റ ആൾക്കാരെയും, എന്നെ ഇഷ്ടമല്ലാത്ത, എന്നോട് നെഗറ്റീവ് പറയുന്ന ഒറ്റ ആൾക്കാരെയും ഞാൻ എന്റെ ഫാമിലിയിൽ വെക്കില്ല.
അപ്പം കാരണം എന്ന് വെച്ചാൽ ഇവർ വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അവരെ മുഴുവൻ ബ്ലോക്ക് ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചില കൃമികളിൽ നിന്നും എന്നെ രക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ്. അത്രയും മതി എൻ്റെ പ്രിയങ്ങളെ, എൻ്റെ ചക്കര മുത്തുമണികളെ. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും കേട്ടോ. അത്രയും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഓരോരുത്തർ ഒരുപാട് അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ എൻ്റെ നമ്പറൊക്കെ എത്ര പ്രയാസപ്പെട്ട് എന്നോട് യൂട്യൂബിൽ നമ്പർ ചോദിച്ച് ഞാൻ നമ്പർ പബ്ലിക്കാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ സ്നേഹത്തോടെ ചോദിച്ചിട്ട് നമ്മളെ ട്രാപ്പിലാക്കാനാണോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ മാത്രമല്ല, ഇപ്പൊ സ്നേഹത്തോടെ ചോദിച്ച് അവർ നമ്പർ എടുത്തെന്ന് വെച്ചാലും മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കിൽ നമ്പർ കൊടുക്കാഞ്ഞത്. പക്ഷേ ഏത് വഴിയിൽ എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് പ്രയാസപ്പെട്ട് അവർക്ക് യാതൊരു ആവശ്യവുമില്ല, പക്ഷെ എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് എന്നെ വിളിക്കുന്ന എനിക്ക് ഒത്തിരി സഹോദരിമാരുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിമാരായിട്ടുള്ളവരുണ്ട്, എൻ്റെ ചേച്ചിമാരായിട്ടുള്ളവരുണ്ട്. അവരോടൊക്കെ എന്താ സ്നേഹം എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. എനിക്ക് ആ കയറ്റം കയറി ഇന്ന് ഭയങ്കര അസ്വസ്ഥതയുണ്ട് കേട്ടോ. അതാണ് ഈ സംസാരത്തിന്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ സ്നേഹം എനിക്ക് ഭയങ്കര കരുത്താണ്. എനിക്കൊരു മരുന്ന് പോലെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല വാക്കുകളും സ്നേഹവും ഒക്കെ കേട്ടോ. അപ്പൊ ഇതിനകത്ത് പറയുന്ന നെഗറ്റീവുകൾ എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്നെ പോലെയൊക്കെയാണ് ഈ ലോകം, നമ്മളോട് ഇങ്ങനെയാണ് എന്ന് ചുറ്റുമുള്ളവർ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ചിലപ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അത്രയും ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മളെപ്പോഴും എല്ലാ നെഗറ്റീവുകളുടെയും പുറകെ പോകാനൊന്നും നമുക്ക് സമയമില്ലല്ലോ. നമുക്ക് ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്, അവരുടെ സ്നേഹത്തിന്റെ പുറകെ പോകാൻ സമയമില്ല, അവരെ ഒന്ന് വിളിക്കാൻ സമയമില്ല, അവരോട് സംസാരിക്കാൻ സമയമില്ല, അവർക്ക് കമന്റിന് മറുപടി കൊടുക്കാൻ സമയമില്ല. അപ്പോഴാണ് ഇവരുടെയൊക്കെ പുറകെ പോകുന്നത്. അപ്പൊ എന്റെ ചക്കര മുത്തുമണികൾക്ക് എല്ലാവർക്കും പിന്നെ മാട്ടോ. അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ട് വരാം. നെഞ്ചിനകത്ത് ഭയങ്കര പരവേശമുണ്ട്. ഇന്നെന്താന്നറിയത്തില്ല കേട്ടോ. എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് ഭയങ്കര എന്തോ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ പോയി കുളിച്ച് ജപിച്ച് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു വിശേഷങ്ങൾ പറയാം. കാരണം ഇന്ന് പാചകമില്ലല്ലോ കേട്ടോ. ചോറൊക്കെ വാർത്തിട്ടെ. അവർക്ക് ഇഡലി മതി കേട്ടോ. അവർക്ക് ഇഡലി സാമ്പാർ. സാമ്പാർ ഞാൻ സാമ്പാർ ഒന്ന് ചൂടാക്കാൻ എടുത്ത് വെച്ചേക്കല്ലേ. ചോറ് വാർത്തിടട്ടെ. ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ പറയാട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു കുട്ടിയാണ്. മോളുടെ അമ്മയ്ക്ക് പനി വന്നതാട്ടോ. പനി വന്ന് ഭയങ്കര ടെമ്പറേച്ചറൊക്കെ ആയി, സംസാരവും ഇല്ല, ആൾക്കാരെ ആരും തിരിച്ചറിയത്തില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് ICUവിൽ കിടക്കുക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ മോൾ അവിടെ വന്നപ്പം എന്നോട് ഇങ്ങനെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയാണ് അവിടെ അഡ്മിറ്റ് ആയി കിടക്കുന്നത്. അങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പൊ ആ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഹോസ്പിറ്റലിലാണ്, ICU നിന്നൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ട് വീണ്ടും വയ്യാതായേ. അപ്പം മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് പാവം എനിക്ക് ഇതേ കുറേ സ്വീറ്റ്സ് കൊണ്ട് തന്നു കേട്ടോ. ഇന്നലെ ഞാനത് പറയാൻ മറന്നുപോയി. ഇന്ന് ഞാനിത് ജാനിക്കുട്ടിക്കൊക്കെ കൊടുത്തു കേട്ടോ. ബാക്കി ഞാൻ കടയിലെ വിനോനും അജയനും ഒക്കെ കൊടുത്തു, ബാക്കി ചെയ്ത് കേട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് അവിടുത്തെ അമ്മയുടെ അസുഖം മാറാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയങ്ങളും അറിയത്തില്ലെങ്കിൽ പോലും മനസ്സിലൊന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അത് എത്രയും പെട്ടെന്ന് മാറ്റം വരെ. യൂണിഫോം ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ഷർട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. അത് കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകിയിട്ടു. ഇന്നലെ ബുധനാഴ്ച ഇവർക്ക് റെഡും ബ്ലാക്കും ആണ് കേട്ടോ. അതാണെങ്കിൽ മഴയത്ത് കഴുകിയിട്ടിട്ട് തുണികളൊന്നും ഉണങ്ങുന്നേ ഇല്ല. പാൻ്റായിട്ട് ഭയങ്കര കട്ടിയല്ലേ, അത് ഉണങ്ങിയില്ലായിരുന്നു. പിന്നെ വേറെ കറുത്ത പാൻ്റ് എടുത്തിട്ടു. ടീഷർട്ട് പിന്നെ ഞാൻ രാത്രിയിൽ റൂമിനകത്ത് കൊണ്ടിട്ടെല്ലാം ഫാനിട്ടിട്ട്, എനിക്ക് ഫാനിട്ടിട്ട് കിടക്കാൻ വയ്യാത്ത രാത്രി ഞാൻ ഓഫ് ചെയ്തിട്ട് തിണ്ണയ്ക്ക് കൊണ്ടു വിരിച്ചിട്ടിട്ട് ഫാനും ഇട്ടു. ഉണങ്ങിയില്ലായിരുന്നു. രാവിലെ പിന്നെ ഒരുവിധം തേച്ച് ചൂടാക്കി എല്ലാം റെഡിയാക്കി കൊടുത്തു വിട്ടു. ഇന്നിപ്പം ഷർട്ട് കഴുകി, പാൻ്റ് അത് തന്നെ ഇടേണ്ടി വരും, കാരണം പാൻ്റ് കഴുകി ഉണങ്ങത്തില്ലല്ലോ.
ഒരു 2 ജോഡി പാൻറ്റുണ്ട്, ഷർട്ട് ഒന്നേ ഉള്ളൂ. നമുക്ക് യൂണിഫോം ഷർട്ടിനുള്ള തുണികൾ കിട്ടിയില്ല. ഉടനെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പണികൾ. ഇതൊക്കെയായിരുന്നു. ഇനി നമുക്ക് അത്താഴം കഴിച്ചാലോ. അവർക്ക് ഇഡലിയും എനിക്ക് ചോറ്. ചീരത്തോരൻ ചൂടോടെ ഇരിക്കുവാണ്, നമുക്ക് എളുപ്പം കഴിക്കാം തണുക്കുന്നതിന് മുമ്പേ. ചോറ് വേണ്ടേ? പൊറോട്ടയോ? പൊറോട്ട കഴിക്കത്തുള്ളൂ? ഇന്നലെ കഴിച്ചോ? പൊറോട്ട ഇല്ല, ഇഡലി വേണമെങ്കിൽ വന്ന് കഴിക്കും. പൊറോട്ട ഞാൻ കഴിച്ചു. ആയിക്കോട്ടെ, വണ്ണം കൂടിക്കോട്ടെ. ആയിക്കോട്ടെ, അതിനെന്തു. ഇപ്പൊ കഴിക്കാൻ വേണോ? ഇഡലി വേണോ? എന്നാ ബാ. ഫാനങ്ങ് ഓഫാക്കിയാ പോലെ. ഈ പുതച്ച് മൂടേണ്ട ആവശ്യമുണ്ട്. ചേട്ടനും കണക്കാ, അനിയനും കണക്ക്. എന്തോ വാ. സാറിന് വല്ലതും കഴിക്കാൻ വേണോ? എന്നാ ബാ. ചോറുണ്ടാ. കുഞ്ഞു പാക്കറ്റിലെ ചമ്മന്തിപ്പൊടി മേടിച്ചില്ല. അതായത് കേട്ടോ, ഞാൻ ഇതിനകത്ത് കുടഞ്ഞിട്ട് വെച്ച് നോക്കട്ടെ. ചമ്മന്തിപ്പൊടി വേണം എടുത്തു കേട്ടോ ഇഡലിയുടെ കൂടെ. കൊറേ ചക്ക എടുക്കണ്ട രാത്രിയിൽ, കുറച്ച് ചക്ക എടുത്താൽ നോക്ക്. ഞാൻ കൂട്ടിയില്ല, ഞാൻ കൂട്ടി നോക്കിയില്ല. നമുക്ക് ചോറുണ്ണാം. ഇച്ചിരി ചോറെടുക്കാം. ഒരു സ്പൂൺ ചക്കയും കൂടെ കഴിക്കാം. അപ്പോ ചോറും നമ്മുടെ എത്ര നാളായെന്നറിയോ ഇങ്ങനെ ചീര ഇലത്തോരൻ കൂട്ടിയിട്ട്. പ്രത്യേകിച്ച് ചക്കക്കുരു ഇട്ട തോരൻ. ചക്കക്കുരു കുറവായിരുന്നു കേട്ടോ. മാമി എവിടുന്നൊക്കെയോ തപ്പിയെടുത്തതാണ്. ഞാൻ ഇത്രയും ചക്ക എടുത്തത് മതി. മീൻ വറുത്തത്, മീൻ കറിയില്ല കേട്ടോ. ചക്ക തിന്നാൻ മീൻ കറിയില്ല. മീൻ വറുത്തതും കൂട്ടി നമുക്ക് ചക്ക തിന്നാം. ഒരു കുഞ്ഞുമീനും കൂടെ എടുക്കാം അല്ലേ? ഒരു കുഞ്ഞുമീനും കൂടെ. ഞാൻ ഇച്ചിരി മോരുകറിയും കൂടെ എടുത്തു. നമ്മുടെ ക്യാരറ്റ് കറി ഇരിപ്പുണ്ട്, ഞാൻ എടുത്തില്ല കേട്ടോ. ഈ മോരുകറി കണ്ടപ്പം ഇത് കൂട്ടാനൊരു ആഗ്രഹം, അതുകൊണ്ട് ഞാനിതെടുത്ത്. ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ്. ഞാൻ പറഞ്ഞു കഴിയുന്നതിന് മുമ്പേ മോനിക്കുട്ടൻ അവിടെ ടാറ്റാ പറഞ്ഞു കേട്ടോ എൻ്റെ പ്രിയങ്ങൾക്ക്. അപ്പോൾ പതിവ് പോലെ നിങ്ങളെ ഞങ്ങളിലേക്ക് ചേർത്ത് വെച്ച ഈശ്വരനോട് നന്ദി പറയുന്നു. മനസ്സറിയുന്ന, സ്നേഹിക്കുന്ന, നല്ല മനസ്സുള്ള എല്ലാ പ്രിയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ചക്കര മുത്തുമണികൾക്കെല്ലാം സ്നേഹം. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ടാറ്റാ. ഓക്കെ, ബൈ. ചക്കര ഉമ്മ പറഞ്ഞേക്ക്. കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ചക്കര ഉമ്മ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.